സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. ഗുജറാത്ത് വംശഹത്യ ഗോദ്ര തീവണ്ടി ദുരന്തത്തോടുള്ള ക്ഷിപ്ര പ്രതികരണമായിരുന്നില്ല, മറിച്ച് ദീർഘകാല പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവമാണെന്ന് വ്യക്തമാക്കിയത് അമേരിക്കൻ തത്വചിന്തകയായ മാർത്ത നുസ്ബോ ആണ്. ഇന്ത്യയിലെ വർഗീയ സംഘർഷങ്ങളെക്കുറിച്ച് ഏറെ പഠിച്ച രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ അശുതോഷ് വാർഷ്ണിയെ പോലുള്ളവരും വിദ്വേഷ പ്രചാരണങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, അതെങ്ങനെ കലാപങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കുന്നത് വെറും ഒരു ചരിത്രം വളച്ചൊടിക്കൽ മാത്രമല്ല, മറിച്ച് അപരമത വിദ്വേഷം വളർത്തി അതുവഴി വംശഹത്യക്ക് കോപ്പുകൂട്ടലാണ് എന്ന് ഗുജറാത്ത് വംശഹത്യയിലൂടെ ചരിത്ര ഗവേഷകർ കണ്ടെത്തിയതാണ് എന്നു സാരം. അന്നും ഇന്നും നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും അത്തരത്തിലൊരു കോപ്പുകൂട്ടലിലേക്കുള്ള പാതയിലെ കുടില സഞ്ചാരമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ അത്ര നിസ്സാരമല്ല. മികവിന്റെ കേന്ദ്രങ്ങളാവേണ്ട കലാലയങ്ങളെ കാവ്യവൽക്കരണത്തിലേക്ക് ഒതുക്കുവാനുള്ള ശ്രമങ്ങളെ കാണാതിരുന്നുകൂടാ. എന്തിനേയും കാവ്യപുതപ്പിക്കുന്ന രാഷ്ട്രീയം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയെ. ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ മാറി മാറി വരുന്ന സർക്കാരുകൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടുമ്പോഴും തടസ്സമില്ലാതെ തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ പരമാനന്ദം പൊഴിക്കുകയാണ് സംഘപരിവാരം. സർവകലാശാലകളിലെ നിയമനങ്ങളിൽ BJP ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നയങ്ങളിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം BJP കേന്ദ്ര നേതൃത്വവുമായും പ്രധാനമന്ത്രി മോദിയുമായും അടുത്ത ബന്ധമുള്ള ആർലേക്കർ കറ പിടിച്ച RSSകാരനാണ്. അപ്പോ അങ്ങനെ സംഭവിക്കൂ. ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി അരങ്ങേറുന്ന സംഭവങ്ങൾ നാഗ്പൂർ അജണ്ടയുടെ പടിപടിയായ സാക്ഷാത്കാരം തന്നെയാണ്. അതിലേറ്റവും പുതിയത് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ കേരളത്തിലെ സർവകലാശാല VCമാർ പങ്കെടുത്തതാണ്. തിരുവനന്തപുരത്ത് നടന്ന RSSന്റെ 100 വർഷങ്ങൾ എന്ന സെമിനാറിലാണ് VCമാർ പങ്കെടുത്തത്. RSS മേധാവി മോഹൻ ഭാഗവത് ആയിരുന്നു മുഖ്യ പ്രഭാഷകൻ. കേരള ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമൽ, മലയാളം സർവകലാശാല VC ഇൻചാർജ് CR പ്രസാദ്, MG സർവകലാശാല VC ഇൻചാർജ് ഡോക്ടർ മാവൂത്ത് D എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇതേ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് വൈസ് ചാൻസലർമാർ ശ്രമിക്കുന്നത് എന്ന് ആരോപിച്ച് ABVP ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. സർവകലാശാലകളുടെ സ്വയംഭരണവും അക്കാദമിക സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ട പദവിയിലിരിക്കുന്നവർ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നത് നിഷ്പക്ഷതയ്ക്കെതിരാണെന്ന് അധ്യാപക സംഘടനകളും നിലപാടെടുത്തു. എന്നാൽ അക്കാദമിക പരിപാടികളിൽ VCമാർക്ക് പങ്കെടുക്കാമെന്നാണ് ചിലർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായം. RSSന്റെ പരമോന്നത നേതാവ് പങ്കെടുക്കുന്ന ഒരു പരിപാടി എങ്ങനെയാണ് അക്കാദമിക് യോഗമാവുന്നത് എന്നാണ് കട്ട് ആൻഡ് റൈറ്റിന് ചോദിക്കാനുള്ളത്. പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചതോടെ VCമാർ മാപ്പ് പറയണമെന്ന പഴംവാക്കുമായി മുഖ്യമന്ത്രി VD സതീശനെത്തി. VCമാർ മാപ്പ് പറഞ്ഞാൽ തീരുമോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് ആദ്യം മാപ്പ് പറയേണ്ടത് VD സതീശനാണെന്ന് പറഞ്ഞ് BJP നേതാവ് K സുരേന്ദ്രനും രംഗത്തെത്തി. മാപ്പാണ് പുതിയ പൂക്കി ട്രെൻഡ് എന്ന് മനസ്സിലാക്കിയാവണം മാപ്പിന് കോപ്പുകൂട്ടാൻ മുഖ്യനെത്തിയത്. എന്ത് ചെയ്താലും ഒരു മാപ്പങ്ങ് കാച്ചുക. ഗണഗീതം ചൊല്ലിയതിൽ മാപ്പ് പറഞ്ഞ് മാതൃകയായവരും കോൺഗ്രസിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. VCമാർ കപടതയുടെ അക്കാദമിക് വേഷം അഴിച്ചുവെച്ച് ഗണവേഷം കെട്ടി RSS ശാഖകളിലേക്ക് പോകണമെന്നാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. ഇതിനവർ കാര്യമായി എടുക്കുമോ എന്നാണ് കട്ട് ആൻഡ് റൈറ്റിന്റെ പേടി. താണു വണങ്ങി നിൽക്കുന്നവർക്കും അനുസരണാശീലം കൂടും എന്നുണ്ടല്ലോ. ഇതിനു മുമ്പും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ഗവർണർ നടത്തിയിട്ടുണ്ട്. അത് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലേറി 1 മാസം പിന്നീട് മുമ്പ് സർവകലാശാലകളുടെ തലപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത്ര നിസ്സാരമല്ല. എന്നാൽ കൺമുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രതിഭാസങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച് ഒരു ചെറു വിരലനക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പൂക്കി സ്റ്റൈലുകളുടെ വെറൈറ്റിക്ക് പുറകെയാണ്. ഈ അടുത്താണ് MG സർവകലാശാല താൽക്കാലിക VCയായി D മാവൂത്തിനെ നിയമിക്കുന്നത്. നിലവിലെ VCയായ അരവിന്ദകുമാറിന് താൽക്കാലിക VCയായി തുടരാൻ നിയമതടസ്സം ഇല്ലെന്നിരിക്കെയാണ് തീർത്തും സംഘപരിവാർ അനുകൂലിയായ മാവൂത്തിനെ ഏകപക്ഷീയമായി ചാൻസലറായ ഗവർണർ VCയായി തിരുകി കയറ്റിയത്. ഏകപക്ഷീയമായ ഈ തീരുമാനത്തിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് VD സതീശൻ. മുമ്പ് സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ നിന്നതുപോലെ. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മൗനമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരം.
കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ മുൻ LDF സർക്കാരിനെ 4 ചീത്ത പറഞ്ഞ് മന്ത്രി സ്വയം പുളകിതനായി. VC നിയമനത്തിനായി കുറഞ്ഞത് 3 പേരുടെ പാനൽ സെർച്ച് കമ്മിറ്റി ഗവർണർക്ക് സമർപ്പിക്കണം. ഒരു പേര് മാത്രം നിർദ്ദേശിച്ച് നടത്തുന്ന നിയമനങ്ങൾ അസാധുവാണ് എന്ന് തുടങ്ങിയ കോടതി വിധികൾ നിലനിൽക്കെയാണ് നീതിപീഠത്തെ പോലും ധിക്കരിക്കുന്ന ഈ നിയമനം. താൽക്കാലിക VC നിയമനങ്ങളിലെ ഹൈക്കോടതി വിധി ഏകപക്ഷീയമായ നിയമനം പാടില്ല എന്നതായിരുന്നു. മുമ്പ് സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെ ഗവർണർ ഏകപക്ഷീയമായി താൽക്കാലിക VCമാരെ നിയമിച്ച നടപടി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. താൽക്കാലിക നിയമനങ്ങളാണെങ്കിൽ പോലും നിയമപരമായ നടപടിക്രമങ്ങളും സർക്കാരുമായുള്ള ആലോചനകളും ആവശ്യമാണെന്ന് കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടിയതാണ്. കോടതി ഇടപെടലുകളോടെ VC നിയമനങ്ങളിൽ UGC മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞതാണ്. അതായത് ഇത്തരം ഒരു നിയമനത്തെ തീർത്തും അന്യായമായി കണ്ട് ചോദ്യം ചെയ്യാൻ അവസരമുണ്ടെന്നിരിക്കെ വിനീതദാസന്മാരായി താണുവണങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏത് നയമാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. MGയിൽ സംഘപരിവാറുകാരനായ ഒരു VCയെ തിരികെ കയറ്റിയതോടെ പ്ലാനിങ്ങിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചാൻസലറായ ഗവർണർ കടക്കുകയായിരുന്നു. MG സർവകലാശാല സെനറ്റിലേക്ക് RSSകാരെ തിരികെ കയറ്റലായിരുന്നു അടുത്ത നടപടി. 30 അംഗ സെനറ്റിലേക്ക് RSS BJP പശ്ചാത്തലമുള്ള 19 പേരെയാണ് ഗവർണർ തിരികെ കയറ്റിയത്. BJP അഭിഭാഷക സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ശങ്കരരാമൻ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പ്രമീള ദേവി എന്നിവർ ഈ പട്ടികയിലുണ്ട്. ABVP നേതാവ് S മേഘയെയും സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇത്രയുമായിട്ടും സതീശൻ സർക്കാരിന് മിണ്ടാട്ടമില്ല. കൃഷ്ണൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല എന്ന സിനിമാ ഡയലോഗ് പോലെ അന്തം വിട്ടു നിൽക്കാനേ മാധ്യമപ്രവർത്തകർക്ക് ആയുള്ളൂ. മിണ്ടാനേ കഴിയാതെയുള്ളൂ. പ്രവർത്തിക്കാൻ പ്രശ്നമില്ലല്ലോ. അത് കേമമായി തെളിയിക്കാൻ B അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി സർക്കാർ നിയമിച്ചതാണ് അടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് ശിക്ഷാ നടപടി നേരിട്ട ഒരാളെയാണ് ഭരണം കിട്ടി 21ാം നാൾ സതീശൻ സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി നിയമിച്ചത് എന്നതാണ് മറ്റൊരു കൗതുകം. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്താൻ കൂട്ടുനിന്ന അഖ്ലാഖിനെ തല്ലിക്കൊന്ന ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ബീഫിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞ, നരേന്ദ്രമോദിയെ ശിവഗിരി മഠത്തിലേക്ക് ക്ഷണിച്ചതിനെ സ്വാഗതം ചെയ്ത, വാ തുറന്നാൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന, മൻമോഹൻ സിംഗ് മരണപ്പെട്ടപ്പോൾ അത്യന്തം മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ച, സംഘപരിവാർ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് ആനയും അമ്പാരിയുമായി എഴുന്നള്ളിക്കുന്ന സതീശൻ സർക്കാർ എന്ത് സന്ദേശമാണ് വരും തലമുറയ്ക്ക് നൽകുന്നത്? സമൂഹ മാധ്യമങ്ങളിലടക്കം B അശോകിന്റെ നിയമനത്തിനെതിരെ ജനരോഷം ആളിപ്പടർന്നിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ റോജി M ജോൺ പറഞ്ഞത് IAS IPS ഉദ്യോഗസ്ഥരെ സർക്കാരിന്റെ ഏത് മേഖലയിൽ നിയമിക്കണമെന്നത് സർക്കാരിന്റെ അവകാശമാണ് എന്നതാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ അവകാശം ജനങ്ങൾക്കില്ലേ? അവരൊക്കെ കൂടിയാണല്ലോ നിങ്ങളെ ഈ സ്ഥാനത്തൊക്കെ ഇരുത്തിയത്. കൂടുതൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേന്ദ്രവുമായും ഗവർണറുമായും ഗുസ്തി പിടിക്കാനില്ലെന്നാണ്. മന്ത്രി കായികാധ്വാനത്തിനൊന്നും നിൽക്കണ്ട, അതിനല്ലേ അണികൾ. അങ്ങൊന്ന് വാ തുറന്ന് പറഞ്ഞാൽ മതി. വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇടിച്ചു കയറി നടപ്പിലാക്കുന്ന സംഘപരിവാർ അജണ്ട ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. പാഠപുസ്തകങ്ങളിൽ ചരിത്രത്തിന് പകരം പുരാണം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന BJPയുടെ ശ്രമം മതനിരപേക്ഷത തകർക്കലാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2020 കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം. വിദ്യാഭ്യാസ രംഗത്തിന്റെ കടിഞ്ഞാൺ സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന്റെ പ്രധാന ചുവടുവെപ്പുകളിൽ ഒന്നാണ് ഈ വിദ്യാഭ്യാസ നയം. ചരിത്രത്തിനും സംസ്കാരത്തിനും തങ്ങൾ നൽകുന്ന അംഗീകാരമായാണ് സംഘിസം അതിനെ അവതരിപ്പിച്ചത്. എന്നാൽ ചരിത്രം വളച്ചൊടിച്ച് ഹിന്ദു ദേശീയത എന്ന വികാരത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഇതെന്ന് മനസ്സിലാകാത്തത് ഇനി ആർക്കാണ്? എന്ത് സംഭവിച്ചാലും താൻ വിനീത വിധേയനായി നിൽക്കുമെന്ന് കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ കപട രാഷ്ട്രീയം ഏത് ഡീലുമായി സമരസപ്പെട്ടുണ്ടായതാണ് എന്ന് മനസ്സിലാക്കാൻ കാടുകയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിന് കുറച്ച് പിറകിലേക്ക് മാത്രം തിരിഞ്ഞു നടന്നാൽ മതി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം വെറും വിദ്യാഭ്യാസപരമായ വിഷയം മാത്രമല്ല, അത് ഇന്ത്യയുടെ മതനിരപേക്ഷത, അക്കാദമിക് സ്വാതന്ത്ര്യം, ചരിത്ര വ്യാഖ്യാനം, ദേശീയത എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ സാമൂഹിക സംവാദമാണ്. അത്തരത്തിലുള്ള ഒരിടത്ത് രാഷ്ട്രീയമായി വലിയ അപജയം സംഭവിക്കുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ സുക്കൻബർഗിന്റെ FBയിൽ ആർക്കോ വേണ്ടി പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റ് കൊണ്ട് തലയുരാമെന്ന് വ്യാമോഹിക്കേണ്ട. കാരണം എന്നും ഒന്നും ഒരുപോലെയാവില്ല. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. ഒന്നുകൂടി പറയട്ടെ,
VC എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാര സ്ഥാനമല്ല. ഒരു കാലത്ത് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള അക്കാദമിക് പ്രതിഭകളെ പരിഗണിച്ചിരുന്ന വിശിഷ്ട സ്ഥാനമാണത്. അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും കയറി ഇറങ്ങിപ്പോകാനുള്ള ഇടമല്ല. മുഖ്യമന്ത്രിയുടെ പദപ്രയോഗം കടമെടുക്കട്ടെ. ധവളപത്രത്തിന്റെ ക്ഷീണം മാറും മുമ്പ് ബജറ്റിന്റെ പണിപ്പുരയിൽ തിരക്കിൽപ്പെട്ടുഴലുന്ന മുഖ്യമന്ത്രി സാർ വാചകമടികളും വിഷൻ പ്രസന്റേഷനും ഒക്കെ കഴിഞ്ഞുള്ള ഒരല്പസമയം തനിക്ക് ചുറ്റും ഈ ഭൂമി മലയാളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കണ്ണു തുറന്നു കാണാൻ സന്മനസ് കാട്ടണമെന്നേ കട്ടൻ റൈറ്റിന് പറയാനുള്ളൂ.